എൻ്റെ മോളാണ്. പിന്നെ ഞങ്ങൾ കൂലി വേല ചെയ്താണ് ജീവിക്കുന്നത്. നമ്മളെ കൊണ്ട് യാതൊരു നിവൃത്തിയുള്ളവരല്ല. നിങ്ങളെല്ലാവരും കൂടെ സഹായിക്കണം. നമസ്കാരം. നമ്മുടെ കൊച്ചു കേരളം സംസ്കാര സമ്പന്നവും അതുപോലെ പാവപ്പെട്ടവരെ സഹായിക്കാൻ കഴിവുള്ളവരുമാണ് എന്നാണ് പൊതുവെ ഉള്ള ധാരണ. അത് എത്രമാത്രം ശരിയാണ് എന്ന് നമുക്ക് ഈ വീഡിയോ കണ്ടിട്ട് പറയാം. എൻ്റെ പേര് പ്രിനി എന്നാണ്. എനിക്ക് 3 മക്കളാണ്. മൂത്ത ആളിന്റെ പേര് സദസ്യ സനു, രണ്ടാമത്തെ ആളിന്റെ പേര് സാരംഗ് സനു, മൂന്നാമത്തെ ആളിന്റെ പേര് ശ്രാവണി സനു എന്നാണ്. എൻ്റെ ഈ രണ്ടാമത്തെ മോനാണ് വയ്യാത്തത്. 3 വർഷത്തും കൊണ്ട് ചികിത്സയിലാണ് കൊച്ചിന്. ആദ്യം കഴുത്തിലാണ് കണ്ടത്, അത് ഓപ്പറേഷൻ ചെയ്തു. ഇപ്പം തലച്ചോറിൽ ഒരു മുഴയുണ്ട്, അത് ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് അവർ പറയണത്. ഇപ്പൊ കണ്ണാശുപത്രിയിൽ കണ്ണിന് കാഴ്ച കുറവുള്ളത് കൊണ്ട് കണ്ണാശുപത്രിയിൽ കാണിക്കുന്നു. അവർ ഗ്ലാസ് വെച്ച് 10,000 രൂപയ്ക്ക് പുറത്ത് പായി എല്ലാം കൂടെ, ഗ്ലാസും ഫ്രെയിമും എല്ലാം കൂടെ ഇപ്പൊ 10,000 രൂപ ഇപ്പൊ ആയി. എന്റെ ചേട്ടനാണ് കൂലി വേലയ്ക്കാണ് പോണത്. മോൻ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അടയമൺ LPS സ്കൂളിലാണ് പഠിക്കുന്നത്. ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് നല്ല തലവേദനയാണ്. വേറെ ആരും സഹായിക്കാനില്ല, എല്ലാരും സഹായിക്കണം. 2 മാസത്തിനകത്ത് ഈ കൊച്ചിന് ഓപ്പറേഷൻ ഉണ്ട്. 5-6 ലക്ഷം രൂപയാകുമെന്നാണ് പറയുന്നത്. എല്ലാവരും കൂടെ സഹായിച്ചെങ്കിൽ ഇത് പറ്റത്തുള്ളൂ. ഇതുവരെ ആൾക്കാർ സഹായിച്ചാണ് ഈ കൊച്ചിനെ കൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി ആൾക്കാർ സഹായിച്ച് ഈ കൊച്ചിൻ്റെ അസുഖം മാറ്റി അതിനെ സ്കൂളിൽ വിടണം. ഞാനിവിടെ അടുത്താണ് താമസിക്കുന്നത്. ഈ മോനെ ഏതാണ്ട് ഒരു വയസ്സിന് താഴോട്ട് വെച്ച് ഞാൻ കണ്ടു തുടങ്ങിയതാണ്. അവരന്ന് ഇവിടെ വാടകയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് മോൻ നമ്മളെ വീട്ടിൽ വരെയും സഹകരിക്കുകയൊക്കെ ചെയ്യുന്ന കൊച്ചായിരുന്നപ്പോഴേ എന്നും ഹോസ്പിറ്റലും കാര്യമായിട്ട് ഒത്തിരി ദിവസം മോനെ ഞാനും കൂടെ ചേർന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു വയസ്സൊക്കെ കഴിഞ്ഞ ശേഷമാണ് മോന് ഈ ഒരു അസുഖത്തിന്റെ ഒരു ആരംഭമായിട്ട് കാണുന്നത്. ഒരു RCC പോകുന്നതും ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നതും. ഇവനും സുഖമില്ലാത്തതാണ്. മോന്റെ അച്ഛനും ഇടയ്ക്ക് വെച്ച് അവനും ഒക്കെ ഹാർട്ടിന് ചെറിയൊരു പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് അവനും ഒത്തിരി നടക്കുന്നതാണ്. ഈ കുട്ടിക്കും ഇവക്കും മോന്റെ അമ്മയ്ക്കും സുഖമില്ലാത്തതാണ്. പിന്നെ അവൻ പോകുന്ന ഒരൊറ്റ വരുമാനത്തിലാണ് ഇത്രയും ദിവസം പോകണം. പിന്നെ ഒത്തിരി പേരൊക്കെ മോനെ സഹായിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു വീട് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് കയറുമ്പോൾ എനിക്ക് തന്നെ പേടിയാവും. ഈ കൊച്ചു എങ്ങനെ ഈ മക്കളെയും കൊണ്ട് ഇതിനകത്ത് എങ്ങനെ താമസിക്കുന്നു എന്നുള്ളത് എനിക്ക് തന്നെ കാണുമ്പോൾ എനിക്ക് തന്നെ വിഷമമുണ്ട്. ഒത്തിരിയൊക്കെ നമുക്കിപ്പോൾ പറയാനും ഒക്കെ അല്ലേ പറ്റുള്ളൂ, അല്ലാതെ ഒന്നും ചെയ്യാനും വലിയ സഹായം ഒന്നും കൊടുക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ ഒക്കുന്നതാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. പിന്നെ മോന്റെ വിദ്യാഭ്യാസം അത് മുമ്പോട്ട് കൊണ്ടുപോകണം. അവന് പഠിക്കണമെന്ന് താല്പര്യമുള്ളൊരു കുട്ടിയാണ്. മിക്ക ദിവസം ഇപ്പോൾ സ്കൂളിൽ പോകാനൊന്നും മോനെ കൊണ്ട് പറ്റുന്നില്ല. പിന്നെ അവന്റെ ട്രീറ്റ്മെന്റിനായിട്ട് ഒരു 2 ആഴ്ച കൂടുമ്പോൾ അവള് പൊയ്ക്കൊണ്ടിരിക്കുകയും മരുന്നും ഒത്തിരി ചിലവുള്ള കാര്യമാണ്. മഴ സമയത്തും